സമയം 12:40. കയ്യിലൊരു എല്ലും പീസ് മാംസമെല്ലാം ഞാൻ കഴിച്ചു. നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഗേറ്റ് തുറക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. ആരാണ് ഈ കിടക്കുന്നത്? ദേ കിടക്കുന്ന നമ്മുടെ ടിൻറ്റുമോൻ വിശന്നിരിക്കുക. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റ് ഇടാം, ഈ പീസിനകത്ത് ഇച്ചിരി പോലും മാംസമില്ലല്ലോ എന്ന്. അങ്ങനെ ടിൻറ്റുമോൻ്റെ അടുത്തോട്ട് എല്ലും പീസ് ഇട്ട് കൊടുത്ത് ടിൻറ്റുമോൻ ഒന്ന് മണപ്പിച്ച്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് വെജിറ്റേറിയൻ പട്ടിയാണ്, ബ്രാഹ്മൺ പട്ടിയാണ്, ഇത് മാംസം കഴിക്കാറില്ല. വീണ്ടും ഒന്നും കൂടെ മണത്ത് നോക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ അങ്ങോട്ട് നോക്കിയിട്ട് ഒന്ന് കൊഞ്ഞണം കുത്തി കാണിച്ച് വീണ്ടും പട്ടിക്ക് മനസ്സിലായി വിശന്നിരിക്കുകയാണ്, തന്നത് തിന്നാമെന്ന്. അങ്ങനെ തന്നത് തിന്നാമെന്ന് വിചാരിച്ചു. പട്ടി ഒന്നും കൂടെ നക്കി നോക്കിയിട്ട് ആ എല്ലും പീസിൻ്റെ സൈഡിലൊരു കടിച്ചതിന് ശേഷം അത് രണ്ടാക്കി പീസാക്കി മുറിച്ചു ഒന്ന് നന്നായിട്ട് മോണയിട്ട് കടിച്ച് തിന്നു. രണ്ടാമത് വീണ്ടും ആ കഷ്ണം എടുത്ത് ഒരു കടിയും കൂടെ കൊടുത്ത് വീണ്ടും അത് ഒരു പീസും കൂടെ ആക്കി വീണ്ടും തിന്നതിന് ശേഷം അടുത്ത പീസ് കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കഴിച്ചോളൂ. അപ്പോൾ ബാക്കിയുള്ള എല്ലും കഷ്ണവും കൂടെ ഇട്ട് കൊടുത്തൊരു പേപ്പറിൻ്റെ കഷ്ണത്തിൽ അത് വീണ്ടും വന്നു ഒന്ന് തിരിഞ്ഞും നോക്കിയിട്ട് ഒന്ന് മണപ്പിച്ചു. പിന്നെ അത് കുശാലായിട്ട് ഞം എന്ന് പറഞ്ഞ് കഴിച്ചതിന് ശേഷം എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നേരെ പോയി കുറച്ച് ഗ്രേവിയും ചോറും കൂടെ എടുത്തുകൊണ്ട് വന്ന് ആ പട്ടിക്ക് കൊടുത്തു. പട്ടി നമുക്ക് ഹറാമാണ്, പക്ഷെ പട്ടിണി കിടക്കുന്ന പട്ടിക്ക് നമുക്ക് ചോറ് കൊടുത്തെന്ന് പറഞ്ഞു ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും ഇതിനകത്ത് നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ തീർച്ചയായിട്ടും പച്ചത്തെറി ഞാൻ പറഞ്ഞിരിക്കും. കാരണം ഒരു വാമണ്ട പ്രാണിക്ക് ഇച്ചിരി ആഹാരം കൊടുത്തെന്ന് പറഞ്ഞ് നമ്മളെ ഒരു പള്ളിയിൽ നിന്നും പുറത്താക്കാൻ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു.